ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മൗണ്ടൻ ഡ്യൂ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, ഈ ഒരു മൗണ്ടൻ ഡ്യൂ എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്, ഒരുപാട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ കഴിക്കുമ്പോൾ മൗണ്ടൻ ഡ്യൂ കുടിക്കുന്ന നിങ്ങളുടെ ചങ്കിനെ ഇരുന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 1940 ഈ ഒരു കമ്പനി ഫസ്റ്റ് വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെന്നസി ബിവറേജ് കമ്പനിയായ ഹാർമൻ ബിവറേജസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് വേൾഡിൽ ലോഞ്ച് ചെയ്തത്. ഡ്യൂ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് വിസ്കി മിക്സറായിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പോപ്പുലാരിറ്റി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഒരു വലിയൊരു സ്ഥാനം പിടിച്ചെടുക്കാനും ഈ ഒരു പ്രോഡക്റ്റിന് പറ്റി. പാർട്ടികളിലും എവിടെയായാലും ഈ ഒരു പ്രോഡക്റ്റ് നിർബന്ധമായ ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. ഈ ഒരു വിജയത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് തന്നെ ഈ ഒരു മൗണ്ടൻ ഡ്യൂ പല ഫ്ലേവറിൽ കസ്റ്റമറിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ഇറക്കാൻ തുടങ്ങി. പല ഫ്ലേവറിൽ പല ടേസ്റ്റിലായിട്ട് കസ്റ്റമറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ മേക്കിംഗ്, അതായത് ഈ ഫ്ലേവറിൽ പല ഫ്ലേവറിലും അതിനൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഡ്രിങ്കായി മാറിയ മൗണ്ടൻ ഡ്യൂ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രിങ്കിൽ ഫാക്ടറിയിൽ മേക്ക് ചെയ്യുന്നതിന് വളരെയധികം മോണിറ്ററിങ്ങും അതിനൊക്കെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ചെക്കിങ്ങും പിന്നെ ഫിൽറ്ററിങ് പിന്നെ സോക്കിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ കയ്യിലെത്തുന്നത്. പാസ്ചറൈസിങ് മുതലായ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലെത്തുന്നത്. ചുരുങ്ങിയ അളവിൽ തന്നെ ആളുകൾക്കിടയിൽ ഈ ഒരു ഡ്രിങ്ക് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ടാക്കി. UK വളരെയധികം തന്നെ സെയിലിൽ വളരെയധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും അതുമാത്രമല്ല ഒരു സമ്മർ വെക്കേഷന് ആളുകളുടെ ഒരു ഫേവററ്റ് ഡ്രിങ്കായി മൗണ്ടൻ ഡ്യൂ ഒരു ചൂസ് ഓപ്ഷൻ ആവുകയും ചെയ്തു. അതുപോലെ പിന്നെ ഒരു പരസ്യത്തിൽ ഫോക്കസ് ഉണ്ടായി, അതായത് മാർക്കറ്റിംഗ്, അതായത് ഡ്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ വളരെയധികം പോപ്പുലർ ആക്കുന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രാൻഡിങ്ങിലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു ഡിസൈനിലും മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടായി. അതിനുശേഷമാണ് 1964 പെപ്സിക്കോ ഈ ഒരു കമ്പനി എടുക്കുകയുണ്ടായി. അതിനുശേഷം വേൾഡ് ഓവറിലാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചത്. അതോടുകൂടി ഈ ഒരു പ്രോഡക്റ്റ് വൻ കുതിപ്പ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. പല തരത്തിലുള്ള ഫ്ലേവറിലും പിന്നെ പെപ്സിക്കോ ഏറ്റെടുത്തും കൂടി ഇവർക്ക് ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് വേൾഡിൽ തന്നെ ഒരു നമ്പർ 1 ഡ്രിങ്കായി മാറുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രൈമറി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാർബണേറ്റഡ് വാട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ കോൺ സിറപ്പും പിന്നെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കൂടി മിക്സ് ചെയ്താണ് ഈ ഒരു കാർബണേറ്റ് ഡ്രിങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ കുടിക്കുമ്പോൾ എനർജി കിട്ടാൻ വേണ്ടി ഇതിനകത്ത് കഫീനെ ഒരു ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഓറഞ്ച് ജ്യൂസിൻ്റെ കോൺസെൻട്രേറ്റ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കളറിന് നിറത്തിന് വേണ്ടിയാണ് ഒരു മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് അവർ ആഡ് ചെയ്യുന്ന ഐറ്റമാണ് കോൺ സിറപ്പ്. ഇത് ഈ ഒരു ഡ്രിങ്കിന് മധുരം കിട്ടാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് ഈ ഒരു കോൺ സ്റ്റാർക്ക് യൂസ് ചെയ്യുന്നത്. HFCS എന്ന് പറഞ്ഞ ഈ ഒരു സാധനം, അതായത് ഈ ഒരു സ്വീറ്റ്നർ, ഈ കോൺസ്റ്റാർക്കിൽ നിന്ന് ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല, കാരണം ഡയബറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത്ര ഹെൽത്തി ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാത്തത് കുടിച്ചേ പറ്റുള്ളൂ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മളത് മേടിക്കും, കുടിക്കും. എത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. അത് നമ്മളൊരു ഒരു വാശി എന്നാണ് പറയാം. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഡ്യൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എത്തുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഇതൊരു കേസ് ഉണ്ടാകുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കെമിക്കൽസും ആർട്ടിഫിഷ്യൽ കളേഴ്സും ഉണ്ടെന്ന് കരുതി ഒരു കേസ് ഫയൽ ചെയ്യും. പക്ഷേ ഇതിനൊരു അടിസ്ഥാനമില്ലാത്തതിനാൽ, അതായത് ഈ ഹെൽത്ത് ഇഷ്യൂസിന് അടിസ്ഥാനമില്ലാത്തതിനാൽ ഈ ഒരു കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം കൂടി ഈ ഒരു ഡ്രിങ്കിനുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ കണ്ടെന്ന് പറയുന്നത് 12 ഔൺസിൻ്റെ ഒരു ക്യാൻ, അതായത് ഡ്യൂവിൻ്റെ ഒരു ക്യാൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 54 mg കഫീനാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാർബണേറ്റഡ് വാട്ടറും പിന്നെ അതൊക്കെ തന്നെ കാർബണേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഒരു കോൺ സിറപ്പ് മിക്സ് ചെയ്താണ് ഒരു സ്വീറ്റ്നസിന് വേണ്ടിയിട്ട്. നേരത്തെ വീഡിയോ പറയുണ്ടായി. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സും പിന്നെ നാച്ചുറൽ കളേഴ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടാങ്കിൽ ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇവർ ഇതിനൊരു വേറൊരു ലിക്വിഡ് ഫോമിലാക്കും. ആ ലിക്വിഡ് ഫോം വേറൊരു ഡിഫറെൻറ്റ് കണ്ടെയ്നറിലേക്ക് ഇവർ അത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മാറ്റി വെച്ച ആ ഒരു മിശ്രിതം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ നമ്മൾ ഇപ്പം കുടിക്കുന്ന ഡ്യൂ എന്ന രീതിയിലേക്ക് മാറും. അതായത് ആ രീതിയിലുള്ളൊരു സ്ട്രക്ചർ, ആ ഒരു ടേസ്റ്റ് അതിലേക്ക് മാറും. അതിനുശേഷം ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മിക്സ് ചെയ്തിട്ട് ഇവർ വേറൊരു രീതിയിലേക്ക് ഇതിനെ പാസ്ചറൈസ് ചെയ്യും. അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഹാർംഫുള്ളായ ബാക്ടീരിയയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു പാസ്ചറൈസിങ് പ്രോസസ്സ് കടത്തിവിടുന്നത്. ഈ പാസ്ചറൈസിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ചൂടും അതൊരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും. പിന്നെ അതിനൊക്കെ തന്നെ ഒരു ടൈമിങ്ങും ഇതിനുണ്ടാകും. ആ ടൈമിങ് കഴിഞ്ഞ് മാത്രമേ ഈ ഒരു പ്രോസസ്സ് കഴിയത്തുള്ളൂ. അതിനടങ്ങിയിരിക്കുന്ന ഹാർംഫുള്ളായ ബാക്ടീരിയയും മറ്റ് എലമെൻസും എല്ലാം നമുക്ക് ഹെൽത്തിന് ഹാർംഫുള്ളായിട്ട് എല്ലാവരുടെ ബാക്ടീരിയയും മരിക്കാൻ വേണ്ടി അത് കില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്.
അതിനുശേഷം ഇതിലൊരു ഫൈനൽ പ്രോസസ്സാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു റെഡി ആയിരിക്കുന്ന ഈ മൗണ്ടൻ ഡ്യൂ നമുക്ക് പാക്ക് ചെയ്യണം ഒരു കേസസിലേക്ക്. അപ്പോൾ അതിനായി മെഷീൻ സഹായത്തോടെ കറക്റ്റ് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു കറക്റ്റ് മോണിറ്ററിങ്ങും പിന്നെ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ ശേഷം ഈ ഒരു ബോട്ടിലേക്ക് ഈ ഒരു ഡ്രിങ്ക് മിക്സ് ആക്കുന്നു. പിന്നെ ഒരു ലേബലും കാര്യങ്ങളെല്ലാം മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. ഒരു മിനിറ്റിൽ തന്നെ ലക്ഷങ്ങളധികം തന്നെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവസാനം ഫൈനലി നമ്മളെ കയ്യിലിരുന്ന ഈ ഒരു മൗണ്ടൻ ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം സ്റ്റെപ്പുകളുടെയാണ് ഈ ഒരു മൗണ്ടൻ ഡ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഈ ഒരു പാസ്ചറൈസിങ്ങും പിന്നെ അതിനൊക്കെ തന്നെ അവരൊരു മോണിറ്ററിങ്ങും ക്വാളിറ്റി ചെക്കിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലിരുന്നതാണ് ഈ ഡ്യൂ എന്ന് പറയുന്ന സാധനം. കുറച്ചധികം ഫ്ലേവേഴ്സും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന നമ്മുടെ ലൈമാണ്. അതായത് നമ്മൾ നോർമലി നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ലൈമാണ് റെസ്റ്റോറൻറ്റിലേക്കും പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പറയണക്ക് ബിരിയാണി കഴിക്കാനായാലും മന്തി കഴിക്കാനായാലും ഈ ലൈമൺ ഫ്ലേവർ ചേർന്ന ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരം ഡ്രിങ്കുകൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഇത് ജസ്റ്റ് ഈ ഒരു വീഡിയോ നമുക്ക് എന്താ പറയുക ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഡ്യൂ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, ഒന്ന് വീഡിയോ കാണാൻ പറയുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ ബൈ.